ബഹുമാനപ്പെട്ട കോയപ്പാപ്പ വലിയ മഹാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നീട്ടി വലിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട കോയപ്പാപ്പ വലിയ മഹാനാണ് എന്ന് മുദ്ര കുത്തിയത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഭ്രാന്തനായ ഒരാളാണ്. അയാൾക്കും ഭ്രാന്തായിരുന്നു, കോയപ്പാപ്പാക്കും ഭ്രാന്തായിരുന്നു എന്നാണ് നീട്ടി വലിച്ച് ഉസ്താദ് പ്രസംഗിക്കാൻ പോകുന്നത്. എന്തായാലും പ്രസംഗത്തിന്റെ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ആലുവായി അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടിയിട്ട് വേങ്ങരയിൽ നിന്ന് ചില ആളുകൾ ചെന്നപ്പോ ഇവരെ ശൈഖുനമാരൊക്കെ അബൂബക്കറേക്കരം, AP അബൂബക്കർ, പിന്നെ ശൈഖുന മടവൂര് ചിത്രേത്ര അബൂബക്കർ തുടങ്ങിയിട്ട് എല്ലാവരും അബൂബക്കറേക്കരം. ഇനിയിപ്പോൾ ആലുവായി അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വേങ്ങരയിൽ നിന്ന് പോവാണ്. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ മൂപ്പര് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ഭ്രാന്തനാണ്, ഇന്ന പോലെ ഭ്രാന്തം നിങ്ങളെ നാട്ടിലുണ്ട്, അവിടെ പോയാൽ മതി. എന്തായാലും ഉസ്താദ് മുഴുവനാക്കട്ടെ. ആലുവായി അബൂബക്കർ മുസ്ലിയാര് പറഞ്ഞ മറുപടി, എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരേണ്ടതില്ല. എന്നെ പോലത്തൊരു പിരാന്തൻ നിങ്ങളുടെ നാട്ടിലുമില്ലേ കോയ? അതെ, എന്നെ പോലെയുള്ള ഒരു പിരാന്തൻ ആ നാട്ടിലുമില്ലേ കോയ? ആ കോയാനെ കണ്ടാ പോരങ്ങള്, വല്ലാത്ത ജാതി മനുഷ്യന്മാരെന്നെ. അപ്പോൾ അയാൾ പിരാന്തനാണ് എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ട് ഇവർ പിന്നെയും അത് ഷെയ്ഖുനയാണെന്ന് പറയാം. ദുനിയാവില് ഭ്രാന്തന്മാരുടെ കബറ് കെട്ടിപ്പൊക്കിയിട്ട് ആരാധിക്കുന്ന ഒരു വർഗമുണ്ടെങ്കിൽ അത് സമസ്തക്കാർ മാത്രമേ കരം. അള്ളാഹുവിന്റെ റസൂല് ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു, അവരുടെ നബിമാരുടെ കബറിടം കെട്ടിപ്പൊക്കിയൊരു ആരാധന കേന്ദ്രമാക്കി അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ സമസ്തക്കാര് നബിമാരുടേതും പ്രവാചകന്മാരുടേതോ ഒന്നുമല്ല ആരാധന കേന്ദ്രമാക്കുന്നത്. മുഴുവൻ ഭ്രാന്തായിട്ട് നടന്ന മനുഷ്യന്മാരെ കബറ് നോക്കിയിട്ടെടുത്ത് തെരഞ്ഞെടുത്തിട്ട് അതെന്ത് ചെയ്യാണ്? കെട്ടിപ്പോക്കി ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഇവരെ ഏത് വിഭാഗത്തിൽ പെടുത്താനാണ് സാധിക്കുക? അദ്ദേഹത്തെ പോയി കണ്ടാ മതി എന്ന് പറയാറുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും സമസ്തക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. ഭ്രാന്തായ മനുഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ഓലെ പോയിട്ട് കൈമുത്താനും കാലുമുത്താനും ഓലോട് സഹായം ചോദിക്കാനും ഓലോട് പ്രാർത്ഥിക്കാനും ഓലെ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് ഒരു ഉളുപ്പില്ലാതെ പറയാനും സമസ്തക്കാരെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുള്ളൂ. ഇങ്ങനെയുള്ളൊരു മനുഷ്യന്മാര് ഇസ്ലാമിന്റെ വാക്താക്കളാണ് എന്ന് പറഞ്ഞിട്ട് തലയിൽ തൊപ്പിയിട്ട് നടക്കുകയാണ്. എന്നിട്ട് പറയാം, ഈ ഭ്രാന്തായ മനുഷ്യന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഓല് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കും, എല്ലാം കാണുന്നവരാണ്, എല്ലാം കേൾക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ എല്ലാ കഴിവുകളും ഇവർക്ക് കൊടുക്കുന്ന ഒരു തരം വർഗങ്ങളാണ് സമസ്തക്കാര്. എന്നെ പോലത്തൊരു പിരാന്തൻ നിങ്ങളുടെ നാട്ടിലുമില്ലേ കോയ? അദ്ദേഹത്തെ പോയി കണ്ടാ മതി എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആലുവായി അബൂബക്കർ മുസ്ലിയാര് പോലോ വേങ്ങര കോയപ്പാപ്പായെ അംഗീകരിച്ചു. എന്തായാലും ഒരു പ്രത്യേകത ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, സാധാരണ ഭ്രാന്തുള്ള ആളുകള് എനിക്ക് ഭ്രാന്തില്ല, പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഭ്രാന്താണെന്ന് വിളിച്ചു പറയും. ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. എനിക്കും ഭ്രാന്താണ്, ഈ പറഞ്ഞ കോയാക്കും ഭ്രാന്താണ്. എന്നിട്ട് ഈ രണ്ടാൾക്കാരാണ് ആര്? ഇവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മഹാന്മാരും. എങ്ങനെയാണ് ഇവർ, എവിടെ നിന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് എന്ന ചോദ്യത്തിനാണ് ഉത്തരമില്ലാത്തത്. ഇവർ ഇതര മതസ്ഥരെ പോലും മറികടന്നുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളും മാത്രം വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും കേട്ട് വഴിതെറ്റാതിരിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് എല്ലാ സമയത്തും കാവലിനെ ചോദിക്കുക. അള്ളാഹു സംരക്ഷണം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.